നല്ല രുചി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങ് തിന്നോണ്ടിരിക്കണം തോന്നുന്നു. നല്ലൊരു പ്രത്യേക രുചി. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഈ ബേസിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതാണ് നല്ലൊരു കട്ട പീസ്. ഇതും കൊണ്ട് ഞാൻ ആദ്യം ഓർത്തു എന്നാൽ ഇതുകൊണ്ടൊരു മീൻകറി വെക്കാം. പിന്നെ ഓർത്തു വേണ്ട, എന്നും എപ്പോഴും മീൻകറിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇതുകൊണ്ടൊരു ഫിഷ് റൈസ് ഉണ്ടാക്കിയത്. ഫിഷ് റൈസ് അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒരേ രീതിയിലൊക്കെ ചോറ് വെക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും കഴിക്കുള്ളൂ. മീൻ മുറിക്കുന്നിടത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതേപോലെ നല്ലൊരു പീസ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു അതിന് എന്നേക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 800 ഗ്രാമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് അങ്ങോട്ട് മുറിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമുക്ക് അത് എടുക്കാനായിട്ട്. ഇനി അത് മുറിച്ചെടുക്കാം. അപ്പം നമ്മളെടുത്തിരിക്കുന്നത് കട്ടത്തളയെന്നാണ് പറയുന്നത്. ഈ മീനിവിടെ അങ്ങനെയാണ് പറയുന്നത്, കട്ടത്തളയെന്ന്. ഓരോ സ്ഥലത്തും ഓരോ പേരിലൊക്കെ ആയിരിക്കും. അത്ര വിശദമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ വേറെ ഇപ്പം ഈ കട്ടത്തള വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ വറ്റയോ അതുപോലെ നെമ്മീനോ മോതയോ അതുപോലെ ഏത് മീൻ വേണേലും ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടത് കഴുകി വൃത്തിയാക്കി കൊണ്ടിപ്പോൾ വരാം അല്ല. മീനൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതേപോലെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ ആവശ്യമുള്ള മസാലയൊക്കെ എടുക്കാം. ഇപ്പോൾ മീൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം നമുക്ക് മസാലയൊക്കെ എടുക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 കുടം വെളുത്തുള്ളി, ഇത് 2 കൂടെ ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്ന അതേ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം. ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇനി ചതച്ചെടുക്കും. ഇതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-6 കൊച്ചുള്ളി അതുകൂടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. അവിടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് അടുത്തായിട്ട് വേണ്ട. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതോടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ടതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില അതുകൂടെ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പിച്ചി കയറി അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ അരയ്ക്കാനുള്ളതൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചാണ് നമ്മളിത് അരച്ചത്. കാര്യം അന്നേരം ഇത് അരയത്തുള്ളായിരുന്നു. ഇനി നമുക്ക് ഈ മീനിൻ്റെ അകത്തോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കണം. ബേസിൻ്റെ അകത്തോട്ട് ഈ മസാല എല്ലാം കൂടെ അങ്ങോട്ട് ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് മുറിച്ച്, ചെറുനാരങ്ങ നീരൂടെ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ആണെങ്കിലും മതി. അപ്പോൾ നീരനുസരിച്ച് ഇതിപ്പോൾ നല്ല നീരുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറുനാരങ്ങയുടെ പകുതി അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഉപ്പിടുമ്പോഴത്തേക്കും മീനൂടെ കൂട്ടിയുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മീനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അരച്ച് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടി ഇതിനകത്തോട്ടിടാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് പുരട്ടിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് മീനായാലും പുരട്ടി വെച്ച് കഴിയുമ്പോൾ അല്പസമയം ഇരിക്കണം. എന്നാൽ മാത്രമേ അതിൽ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു 10 അല്ല ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം മീനൊക്കെ ഏകദേശം ഒരു 10-15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ റൈസൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് ഇതേപോലെ ഒരു കൊട്ടയ്ക്കകത്ത്, അതായത് ഒരു കിടത്ത പാത്രത്തിനകത്ത് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ. വേറെ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തില്ല. കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ.
അപ്പോൾ ഈ ചോറ് അങ്ങോട്ട് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു വെക്കണം. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് മീൻ വറക്കാനുള്ള ഒരു പാൻ, ആ പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ ഈ പാനൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കാരണം മീൻ വറക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിരത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഈ മീൻ കഷ്ണം ഓരോന്നങ്ങോട്ട് പരക്കിയിടും. ഏതായാലും ഒറ്റ ട്രിപ്പിൽ വാർത്തെടുക്കാൻ പറ്റുകയില്ല, 2 ട്രിപ്പിനെ വാർത്തെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഉള്ള സ്പേസിലൊക്കെ മീനങ്ങോട്ട് പറക്കി വെക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അല്പ സമയമായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കും. തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് കോരിഞ്ഞിടും. ഇനി നമുക്ക് ബാക്കിയൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത്രയും മസാലയുണ്ട്, ഇതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം നമ്മൾ 2 ട്രിപ്പായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി ഇത് പിറക്കി ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ പാൻ്റെ അകത്ത് എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ഇതിങ്ങനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം. റൈസൊക്കെ റെഡിയാക്കണം. ഈ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഗ്രേവിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 3 സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ സവോള ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ സാധാരണ രീതിയിൽ ഒത്തിരി ഞങ്ങൾ വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒരു മീഡിയം തീറ്റത്തിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവോള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് 2-3 പച്ചമുളക്, 2-3 തക്കാളി അരിഞ്ഞത് അതുകൂടെ നമുക്ക് തക്കാളിയും പച്ചമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് സവോള വഴറ്റിയെടുക്കുന്ന പോലെ തക്കാളി വഴണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. ഒരല്പ കറിവേപ്പിലയും കൂടെ എൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ മീനിൻ്റെ ബാക്കി വന്ന അരപ്പില്ല, ആ അരപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഈ അരപ്പിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളകും നമുക്കറിയാമല്ലോ, ആ മസാലയുടെ എല്ലാ ഇതുമുണ്ട് ആ അരപ്പിൻ്റെ അകത്ത്. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചച്ചവ ഒന്ന് മാറണം. നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നേരത്തെ ആ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ അങ്ങനെ തെളി മാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയുടെ തെളി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അല്പം ഉപ്പുപൊടിയും കൂടെ ഇട്ടു. ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാര്യം മീൻ വറുത്തതിൻ്റെ അകത്തും ചോറിൻ്റെ അകത്തും ഒക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിക്കാം. ചെറു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. 1 ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കണം. ഒരല്പസമയം ഇരിക്കട്ടെ. ഈ അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചോളും. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അല്പം ഗ്രേവി എടുത്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് ഈ മീനൊന്ന് ഇളക്കി കൊടുക്കും.
ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി ചോറ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 750 ഗ്രാമുണ്ട്. ഇതിൻ്റെ അകത്ത് കൊള്ളുന്നത്രയും ചോറ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷനാണ്, ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക. നല്ലതാണ്, ചോറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി. കാര്യം ഈ ഗ്രേവി ആ മീനിൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം ചോറിൻ്റെ. അപ്പോൾ ഈ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90% വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നാമിക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നടത്തി വെക്കാം. നല്ലപോലെ നാവി ഒന്ന് കയറിയ ശേഷം വേണം അടുപ്പൊക്കെ നിർത്താൻ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂട് കയറാൻ വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നാവി കയറിയിട്ടുണ്ട്. ഇളക്കി എന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഇത് ഞാൻ ഒരു പക്ഷേ പലർക്കും ചോദിക്കും ഇതെല്ലാം ബിരിയാണിയാണെന്ന് ചോദിക്കും. പക്ഷേ ബിരിയാണിയുടെ രീതിക്കല്ല ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നും വീട്ടിൽ ചോറും മീൻകറിയും ഒക്കെ ചെയ്യും. വ്യത്യസ്തമായ രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറിയുടെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല, നല്ല രുചികരം. അതെ, അതിപ്പം എന്താ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ ചോറല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോറ് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറ് കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ബിരിയാണി ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മസാലകൾ വരും, നെയ്യ് വരും, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള വറുത്തി ഒക്കെ അല്ലേ. സാധനങ്ങൾ വരും. ഇത് അങ്ങനൊന്നുമല്ല, ഫിഷ് മിക്സഡ് റൈസ് അങ്ങനെ വേണമെങ്കിലും പറയും. നമ്മൾ ഇച്ചിരി കഴിച്ചോളൂ. എന്നും വീട്ടിൽ ചോറൊക്കെ വെക്കുന്നില്ലേ അല്ലേ, ഇതേപോലെ ഇത് കഴിക്കട്ടെ. ഒത്തിരി കറിയും വെക്കണ്ട, 2-3 കറിയൊന്നും വെക്കണ്ട അല്ലേ. കറിയും വേണ്ട, നല്ല ടേസ്റ്റ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കുന്ന. ആദ്യം ഒന്ന് പിന്നെ നോക്കാം. അല്ല തിന്നുന്ന കാണുമ്പോൾ കൊതി വരുന്നത്. നല്ല രുചി. തീർച്ചയായിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയുണ്ട്. ഇനി ഒന്നും പറയാനില്ല ഇതിനകത്ത്. ശകല തിന്നുന്ന കണ്ടപ്പം കൊതി. ഇനി വിശദമായിട്ട് ഇരുന്ന് വേണം കഴിക്കാൻ അല്ലേ. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒരു പക്ഷേ ചെയ്തു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഇത് ബിരിയാണി ആയിട്ട് നിങ്ങൾ പറയില്ല കേട്ടോ. കാര്യം ബിരിയാണിയുടെ ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ലൊരു പ്രത്യേക രുചി. ഇതുപോലെ തിന്നോണ്ടിരിക്കണം തോന്നുന്നു. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക. എന്നും കഴിക്കുന്നതല്ല ചോറൊക്കെ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ വല്ലപ്പോഴും ഒന്ന് ചേഞ്ച് ചെയ്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.